ഹരേ കൃഷ്ണ. ഭീമൻ സൃഷ്ടിച്ച ആഴമളക്കുവാൻ കഴിയാത്ത വിശുദ്ധ തടാകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നുമെങ്കിലും പലയിടങ്ങൾക്കും, പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിലെയും ഹിമാചൽ പ്രദേശിലെയും ഉത്തർപ്രദേശിലെയും സ്ഥലങ്ങൾക്ക് പുരാണ ഇതിഹാസങ്ങളുമായി മാറ്റിവെക്കുവാൻ കഴിയാത്ത തരത്തിൽ ബന്ധങ്ങളുണ്ട്. അത്തരത്തിൽ ഒന്നാണ് പ്രശാർ ലേക്ക് അഥവാ പരാശാർ തടാകം. ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ നിന്നും 60 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം വിശ്വാസികൾക്കും സാഹസിക സഞ്ചാരികൾക്കും എല്ലാം ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. വശീകരിക്കുന്ന പ്രകൃതി ഭംഗിക്കു പുറമെ പല കാര്യങ്ങളും ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുന്നു. പരാശര തടാകത്തെക്കുറിച്ച് പറയുമ്പോൾ ഐതിഹ്യങ്ങളിൽ നിന്നു തന്നെ തുടങ്ങാം. പുരാണങ്ങളിലെ പല കഥകളും ഈ തടാകത്തിൻ്റെതായുണ്ട്. അതിലൊന്ന് പരാശര മഹർഷിയുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം ഇവിടുത്തെ തടാകത്തിൻ്റെ കരയിലിരുന്ന് തപസ്സനുഷ്ഠിച്ചുവെന്നും അങ്ങനെ കാലക്രമേണ ഇവിടം പരാശർ തടാകം എന്നായി മാറിയെന്നുമാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. മഹാഭാരതവും പാണ്ഡവരുമായി ഈ തടാകത്തിന് ബന്ധമുണ്ട്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് മടങ്ങും വഴി പാണ്ഡവർ ഇവിടെ എത്തി. കമ്രുനാഗവുമായിരുന്നു ഇവരുടെ മടക്കം. യാത്രയിൽ ഈ സ്ഥലത്തെത്തിയപ്പോൾ യക്ഷന്മാരുടെ രാജാവായ കമ്രുനാഗിന് ഈ സ്ഥലം വളരെയധികം ഇഷ്ടമാവുകയും ഇവിടെ താമസിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ പാണ്ഡവരിലെ ശക്തിമാനായ ഭീമൻ അദ്ദേഹത്തിൻ്റെ കൈമുട്ടുവെച്ച് ഭൂമിയിൽ ഇടിച്ച് ഒരു കുളം സൃഷ്ടിച്ചുവെന്നും അതാണ് ഈ കാണുന്ന പരാശർ തടാകം എന്നുമാണ് വിശ്വാസം. ഇവിടുത്തെ പ്രാദേശിക വിശ്വാസങ്ങൾ അനുസരിച്ച് ഈ തടാകത്തിൻ്റെ ആഴം കണ്ടെത്തുവാനും അളക്കുവാനും സാധിക്കുന്നതിനും മേലെയാണ് എന്നാണ് വിശ്വാസം. ഒരിക്കൽ കൊടുങ്കാറ്റിൽ സമീപത്തെ വൻമരങ്ങൾ തടാകത്തിൽ പതിക്കുകയും ഒരു തുമ്പും പോലും കാണുവാൻ സാധിക്കാത്ത വിധം അത് ആഴത്തിൽ മറഞ്ഞുവെന്നുമാണ് ഇതിനു കാരണങ്ങളിലൊന്നായി അവർ പറയുന്നത്. ഒരിക്കൽ പ്രഗത്ഭരായ 2 ജർമ്മൻ ഗവേഷകർ ഇതിൻ്റെ ആഴം അളക്കുവാനായി ഇറങ്ങിയെങ്കിലും പരാജയപ്പെട്ടു മടങ്ങുകയാണ്. ഇത്തരം ഐതിഹ്യങ്ങളും കഥകളും കാരണം ഈ തടാകത്തിന് എന്നും വിശുദ്ധ പരിവേഷമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്കും തീർത്ഥാടകർക്കുമൊന്നും തടാകത്തിലേക്ക് പ്രവേശനം അനുവദിക്കാറില്ല. ആകെ തടാകത്തിനു സമീപത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരികൾക്ക് പൂജാ ആവശ്യങ്ങൾക്കു മാത്രമാണ് തടാകത്തിലേക്ക് വരുവാൻ അനുമതിയുള്ളത്. വളരെ അപൂർവമായി കാണപ്പെടുന്ന ഹോളോമിക്റ്റിക് ലേക്കുകളിൽ ഒന്നുകൂടിയാണ് പരാശാർ തടാകം. വർഷത്തിൽ ഒരു പ്രത്യേക സമയത്ത് തടാകത്തിലെ ഏറ്റവും ഉപരിതലത്തിൽ നിന്നും ഏറ്റവും താഴെ വരെ ഒരേ തരത്തിലുള്ള സാന്ദ്രതയും ചൂടും ആയിരിക്കും. മഞ്ഞുകാലത്ത് മുഴുവൻ ഐസ് മൂടി തടാകം കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. തടാകത്തിനുള്ളിലായി ഒഴുകി നടക്കുന്ന ചെറിയൊരു കരപ്രദേശവും ഇവിടെ കാണാം. വിവിധ അവസ്ഥകളിലുള്ള ജൈവ വൈവിധ്യമാണ് ഈ ചെറിയ കരഭാഗത്തായി കാണുവാൻ സാധിക്കുന്നത്. വളരെ ചെറുതാണെങ്കിലും വെറും 7% മാത്രമാണ് ഈ കരപ്രദേശം ഉള്ളതെങ്കിലും തടാകത്തിൻ്റെ ഭംഗി വർദ്ധിക്കുന്നതിൽ ഇതിനു പ്രത്യേക പങ്കുണ്ട്. ഫ്ലോട്ടിംഗ് ദ്വീപ് എല്ലാ ദിശകളിലേക്കും നീങ്ങുന്നു. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ബാൻസൻ രാജാവാണ് പണി കഴിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ ഒരു ബാലൻ ഒറ്റ മരത്തിൽ നിന്നും നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നും ഒരു വിശ്വാസമുണ്ട്. ഹിമാചൽ പ്രദേശിലെ വാസ്തുവിദ്യയനുസരിച്ച് പങ്കോഡ രീതിയിൽ 3 തട്ടുകളായി കല്ലിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ആഘോഷിക്കുന്ന ശരണാഹുലി മേള ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ്. പരമ്പരാഗത ഹിമാചൽ ശൈലിയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ നടക്കുക. പങ്കെടുക്കുന്ന എല്ലാവർക്കും വലിയ വിരുന്നും മേളയുടെ അവസാനമുണ്ടാകും.
ഓരോ വർഷവും ആയിരക്കണക്കിന് വിശ്വാസികളും സഞ്ചാരികളുമാണ് ഇതിൽ പങ്കെടുക്കുവാനായി അവിടെ എത്തുന്നത്. ഷിംല, കിനൗർ, റൊത്താങ് പാസ്, ദൗലാധർ പർവ്വതനിരകൾ തുടങ്ങിയ സ്ഥലങ്ങളുടെ അതിമനോഹരമായ മഞ്ഞിൽ പുതഞ്ഞുകിടക്കുന്ന കാഴ്ചകൾ ഇവിടെ നിന്നും കാണാം. അപ്പം ഇതാണ് നമ്മുടെ ഭീമൻ നിർമ്മിച്ചു എന്ന് കരുതുന്ന വിശുദ്ധ തടാകം. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.